രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് നേരെ ഹെയർ വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല, ചുമ്മാ കുറേ ദിവസമായി എണ്ണയൊക്കെ ഇട്ട് തലയൊക്കെ കുളിച്ചിട്ട്. അപ്പം ഞാൻ മാത്രമല്ല, ഷുട്ടുപ്പിക്കും ഇന്ന് ഹെയർ വാഷ് ചെയ്യേണ്ട ദിവസമാണ്. ഹെയർ വാഷ് അല്ല, അവൾ ഡെയിലി ഹെയർ വാഷ് ചെയ്യാറുണ്ട്. പക്ഷെ ഞാൻ ഒരു 1 ഡേ ഒക്കെ ഇടവിട്ട് മാത്രമേ അവൾക്ക് തലയിൽ എണ്ണ തേച്ച് കൊടുക്കാറുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ രണ്ടുപേരും പോയി കുളിച്ചൊക്കെ റെഡി ആയിരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ അവളെ എടുത്ത് മേലേക്ക് പോയി. വേറെ ഒന്നുമല്ല, ഇന്ന് ഞാൻ വീട്ടിലേക്ക് പോവാണ്. കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഓണമൊക്കെ ആണല്ലോ. അപ്പോൾ ഇപ്രാവശ്യം ഇവിടെ അങ്ങനെ വലിയ രീതിയിൽ ഓണമില്ല. അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയി സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വെച്ചു. അങ്ങനെ തുണിയൊക്കെ എടുത്ത് വെച്ച് പിന്നെ എൻ്റെ ചില്ലറ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞാൻ നേരെ പോയി കുളിച്ചു. ഷുട്ടുവിനെയും കുളിപ്പിച്ചു. പിന്നെ ഒരു ചായയൊക്കെ കുടിച്ചു. കുറച്ച് സമയം ഒന്ന് എൻഗേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷുട്ടുവിനെ ഒന്ന് TV ഒക്കെ കാണിച്ചിരുത്തി. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ അവളെ ഫുഡ് കൊടുത്തു ഉറക്കാമെന്ന് വിചാരിച്ചു. എന്താ വെച്ചാൽ വേഗം അവൾ ഉറങ്ങിയെണീച്ചാൽ മാത്രമേ നമുക്ക് വേഗം പോകാൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ലേറ്റാവും. അതിന് അവളെ ഫുഡ് കൊടുത്ത് ഉറക്കിയതിന് ശേഷം ഞാനും നേരെ പോയിട്ട് ഫുഡ് കഴിച്ചു. ഞാൻ ആക്ച്വലി അത് എടുക്കാൻ മറന്നുപോയി. എൻ്റെ ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് എപ്പോഴും എനിക്കിപ്പോഴുള്ള സൂക്കേടാണ്, എന്താ പറയുക, നമ്മളെ മധുരം എന്തെങ്കിലും തപ്പിയെടുത്ത് കഴിക്കുക എന്നുള്ളത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിതാ ഞാൻ നേരെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഷുട്ടൂനെയും മാറ്റിച്ചു. അപ്പോഴേക്ക് തന്നെ അവൾ എണീച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 4 മണി 4:30 ആയപ്പം നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇറങ്ങാമെന്ന് വിചാരിച്ചു. എത്ര നേരത്തെ ഇറങ്ങാൻ വിചാരിച്ചാലും നമ്മൾ ഇറങ്ങുമ്പോഴേക്കും ഒരു വഴിയാവും. അതിനിതാ നമ്മളെല്ലാവരും കൂടെ ഇറങ്ങിയിട്ടുണ്ട്. നല്ല മഴയായിരുന്നു, പ്രതീക്ഷിച്ച പോലെയല്ല. ഭയങ്കര മഴ എന്ന് വെച്ചാൽ കർക്കിടകത്തിൽ പെയ്യുന്ന പോലത്തെ മഴയാണ് ഇപ്പം നാട്ടിൽ പെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കും, ഞാൻ ചുമ്മാ പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ നമ്മൾ തലശ്ശേരി MRAയിലേക്ക് വെച്ച് പിടിച്ചു. നേരെ അവിടെ പോയി അൽഫാമും പൊറോട്ടയൊക്കെ കഴിച്ച് പിന്നെ ഞാൻ ഒരു ഫ്രഞ്ച് ഫ്രൈസൊക്കെ പറഞ്ഞു. എന്തോ ഭയങ്കര മഴയായതുകൊണ്ടാണെന്ന് തോന്നുന്നു, അതിനൊരു പൂതി. അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി.